ഹലോ കൂട്ടുകാരെ. അപ്പോൾ 2 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് എന്ത് വീഡിയോ ഇടും എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് എങ്കിൽ പിന്നെ എൻ്റെ അടുക്കള പരിപാടികൾ തന്നെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ രാവിലെ അല്ല, ഒരു 10-10:30 ആയിട്ടുണ്ട്. അപ്പോഴും മീൻ നമുക്ക് മുളകിട്ട മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും മുളകും ഇഞ്ചിയും ഒക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ മീൻ മുളകിട്ടത് വെക്കുമ്പം ഞാൻ എപ്പോൾ വെച്ചാലും ടേസ്റ്റ് കാണും, കുഴപ്പമില്ല. ഭയങ്കര സൂപ്പർ എന്നല്ലെങ്കിലും കുഴപ്പമില്ല, ടേസ്റ്റ് കാണും. പക്ഷേ ഒരു കളർ അങ്ങോട്ട് കിട്ടത്തില്ല. എത്ര അങ്ങോട്ട് വെച്ചാലും കളർ അങ്ങോട്ട് എന്താണെന്ന് അറിയത്തില്ല, ശരിയാവത്തില്ല. മുളക് പൊടിയൊക്കെ മൂപ്പിച്ചിട്ട കളർ കിട്ടുമെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ വിചാരിക്കുന്ന അത്ര അങ്ങോട്ട് കളർ കിട്ടാറില്ല. അതിന് എന്താണെന്നറിയത്തില്ല. പക്ഷെ ടേസ്റ്റ് കാണും കേട്ടോ. എപ്പോൾ വെച്ചാലും നല്ല രുചിയുണ്ട്. കളർ മാത്രം കൊണ്ട് ശരിയാവത്തില്ല. ഞാൻ ഏതാണ്ട് ഒരു 3 വർഷത്തിന് മുമ്പാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഒരു കൊറോണ ആദ്യം വന്നില്ല, ആ സമയത്താണ് യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത്. അന്നിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ പെട്ടെന്ന് തോന്നി. ആരടുത്തും ചോദിച്ചതും പറഞ്ഞു തോന്നില്ല, പെട്ടെന്ന് തോന്നി. അപ്പോഴും തന്നെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തു, വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു. പക്ഷേ എന്തോ വിചാരിച്ച അത്ര അങ്ങോട്ട് ഇതായില്ല. ആദ്യമൊക്കെ കുറച്ചൊക്കെ വ്യൂസൊക്കെ കിട്ടിയെങ്കിലും പിന്നെ അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ടായില്ല കേട്ടോ. പിന്നെ അങ്ങനെ എനിക്കൊരു മടുപ്പ് തോന്നി. ഞാൻ ഇട്ടിട്ട് വെറുതെ കഷ്ടപ്പെട്ടിട്ടിട്ട് ആരും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ തോന്നി. ഞാൻ പിന്നെ അങ്ങ് നിർത്തിയത് കുറേ വീഡിയോ ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ നിർത്തിയത്. ഒരുപാട് വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഞാൻ നിർത്തി വെച്ചിട്ടിപ്പോൾ ഏതാണ്ട് ഒരു 3 വർഷം ആയി. അപ്പോൾ അതായത് ഞാൻ തുടങ്ങി ആ ഒരു വർഷത്തിനുള്ളിലാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു കുറേ വീഡിയോസ് ഇട്ടത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇട്ടിട്ടേ ഇല്ല. വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുകയൊക്കെ നിർത്തിയതിന് ശേഷമാണ് പിന്നെ അതുക്കുട്ടനൊക്കെ ഉണ്ടായതും ഒക്കെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി, പെട്ടെന്ന് അന്ന് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് തുടങ്ങിയതും പെട്ടെന്ന്, ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്നതും പെട്ടെന്ന് ഇപ്പോൾ ഞാൻ എന്തായാലും വർക്ക് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ വീട്ടിലെ കുക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കുറേ സമയം വെറുതെ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് പിന്നെ വീണ്ടും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോസ് ഇട്ട് തുടങ്ങി കഴിയുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഒരു ക്രേസ് പോലെ, പിന്നെ എന്ത് വീഡിയോ ഇടും, പിന്നെ ഷോർട്സ് ഇടണോ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ആയിരിക്കും. ഇടാതിരിക്കുമ്പോൾ പിന്നെ ഒരു അനക്കവും ഇല്ല. അന്ന് ഞാൻ നിർത്തിയതിന് ശേഷം പിന്നെ യാതൊരു അനക്കവും ഇല്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇട്ട് തുടങ്ങിയതിന് ശേഷം പിന്നെ എനിക്കങ്ങ് ആവേശം കയറും. പിന്നെ എന്നും അങ്ങ് വീഡിയോ ഇടണം എന്നുള്ളതൊക്കെ ഒരിതാണ്. പക്ഷേ എനിക്ക് പറ്റിയ അബദ്ധം എന്തെന്ന് വെച്ചാൽ, അന്ന് ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ അത്യാവശ്യം വ്യൂസൊക്കെ, അത്യാവശ്യം ഭയങ്കര വ്യൂ എന്നല്ല എങ്കിലും ഒരു തുടക്കക്കാരി എന്ന നിലയിൽ അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ അത് കഴിഞ്ഞൊരു ഒത്തിരി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 2 വർഷത്തോളമുള്ള ഗ്യാപ്പ് വന്നതുകൊണ്ട് ഇപ്പം വീഡിയോ ഇടുമ്പോൾ വളരെ വ്യൂ കുറവാണ്. പക്ഷെ അത് കാണുമ്പോൾ ഒരു നിരാശയൊക്കെ തോന്നും, ഒരു സങ്കടമൊക്കെ തോന്നും. ഓരോ വീഡിയോ ഇട്ടിട്ട് ഞാനിങ്ങനെ വ്യൂസൊക്കെ നോക്കും. പക്ഷേ എങ്കിലും പിന്നെയും വിചാരിക്കും സാരമില്ല, ഇടാം, നോക്കാം എന്നെങ്കിലുമൊക്കെ ഇത് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരുടെ പോലെ ഒന്ന് റീച്ചായി കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ വീണ്ടും അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. എന്തായാലും വലിയൊരു നമ്മുടെ കയ്യിൽ നിന്നൊരു എഫേർട്ട് ഇടണം. നമ്മൾ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി പാടാം. എങ്കിലും കുഴപ്പമില്ല. നമ്മൾ നെറ്റ് ചാർജ് ചെയ്യും, അതൊക്കെ വെച്ച് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്നും മറക്കല്ലേ. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മുളകിട്ട മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് ചൂടാക്കിയിട്ട്, അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കും. മീൻസ് കുറച്ച് ശകലം വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ടാണ് മീൻ കറി വെക്കുന്നത്. അപ്പം നല്ലതായിട്ട് വരും എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ കളർ അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല. അതിന് എനിക്ക് തോന്നുന്നു മുളക് പൊടിയുടെ കുഴപ്പമായിരിക്കും. അതായത് കാശ്മീരി മുളക് പൊടി ഇല്ല ഇതിൽ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അതിന് എരി കുറവും കളർ കുറച്ച് കൂടുതലല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതും ഇനി വേറെന്തെങ്കിലും ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കാണെന്നോ, അതോ മുളകിട്ട മീൻകറിക്ക് നല്ല കളർ വരാൻ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ താഴെ. എന്താണ്, എപ്പോഴും ഞാനിങ്ങനെ കിച്ചണിൽ നിൽക്കുമ്പോൾ അതും ഇങ്ങനെ വന്നിരിക്കാറില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ അവൻ വന്നിരിക്കും. ഇന്ന് ഇപ്പം 2 ദിവസം കൊണ്ട് ആൾക്ക് പനിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് നിർബന്ധങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ മല്ലിപ്പൊടിയുടെ ടിന്നൊക്കെ എടുത്ത് അവിടെ കയറിയിരിക്കും. ഞാനിപ്പോൾ അത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കരച്ചിൽ കാണും. പിന്നെ എൻ്റെ ഒരു ജോലി നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കരുതി അവിടെയും ഇരിക്കട്ടെ, അത് തട്ടിക്കളയാതെ നോക്കിയാൽ മതിയല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ എടുത്ത് ഇരുത്തിയേക്കുക. അതാകുമ്പോൾ അവിടെ നിന്ന് എൻ്റെ കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് എൻ്റെ ജോലി നടക്കും, അവൻ ഹാപ്പിയായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും.
വെളിച്ചെണ്ണയോ? ഇതിട്ടാ ഇത് കഴിച്ചൂടെ വെള്ളമൊന്നും. അപ്പോൾ ഇതിനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടാനാണ് കുറച്ച് സമയം എടുക്കുന്നത്. അതൊന്ന് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ കറി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. പന്നലായി പോവും. അത് ഇതിലാകുമ്പോൾ മീൻ ഇട്ടിട്ടേ അതിൻ്റെ ഉപ്പ് തരാമേ. ഇതിനകത്തിടാനേ അതിൻ്റെ കയ്യിലാകുമ്പോൾ ഉപ്പ് എടുത്ത് തരാം. ഇതിലല്ല, ഇതിലിടാൻ തരാന്ന്. അപ്പോൾ ഉള്ളി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളി മൂത്തത് റെഡി ആയിട്ടുണ്ട്. അതിനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. അരപ്പിന് ഇത്ര കളറേ ഉള്ളൂ കേട്ടോ. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് കളർ കുറച്ച് കുറവേ കിട്ടത്തുള്ളൂ. പക്ഷെ കളർ ഉണ്ടെങ്കിലാണ് കുറച്ച് ഭംഗി. അപ്പോൾ ഇനി ഇതിനകത്ത് തക്കാളിക്ക ഇടണം. അപ്പോൾ തക്കാളിക്കയും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഈ അരപ്പും കൂടെ എടുത്ത് അതിലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇതാക്കിയിട്ട് പിന്നെ ബാക്കി വെള്ളമൊക്കെ ഒഴിച്ച് മീനൊക്കെ ഇടും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിലാണോ ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ശരിയായ രീതിയാണോ മുളകിട്ട് മീൻകറി വെക്കുന്നത് ഇങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ വെക്കുന്നേ. അപ്പം കുറച്ച് ടേസ്റ്റ് ഉണ്ട്, കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ വേറെ രീതിയിലൊന്നും വെച്ച് പരീക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ അങ്ങ് വെക്കും. എന്തോ ഈ പൊടിയോ? ഈ പൊടിയേ മുളക് പൊടിയാ. അത് എരിയും. ഇത് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള പൊടിയാണ്. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ പോലെ എല്ലാവരും ചേർക്കുന്ന പൊടികൾ തന്നെ ചേർത്തിട്ടുള്ളൂ. ചിലർ ഉള്ളിയൊക്കെ ഇടും, ഉള്ളി ഇഞ്ചിയൊക്കെ ചതച്ചൊക്കെ. ഞാൻ ഇതൊന്നും ഇട്ടിട്ടില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്താ ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, അത്ര ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇത് മീൻ കണ്ണൻകുഴിയാളെയാണ് ഇന്ന് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ചത്. എനിക്കൊന്നത് തേങ്ങ അരച്ച് വെക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ടേസ്റ്റ് ഇങ്ങനെ മുളകിട്ട് വെക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതാണ് മല്ലിപ്പൊടി ഗൈസ്. ഇതാണ് പറ, ഇതെന്താണ്? മല്ലിപ്പൊടിയാണ് ഗൈസ് കഴിക്കുന്നത്. പറയൂ ഷെഫ്. മല്ലിപ്പൊടി. ഇതെന്താണ്? ചായനകത്ത് വെച്ചുന്ന എന്തൊരു പൊടിയാണ്? പറയൂ. അതിന് ഏറ്റവും ഇഷ്ടം ആരെയാണ്? അമ്മേനെയാണോ അച്ഛനെയാണോ? അമ്പടിയോ? അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ സമയത്തിന് ശേഷം തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നേരത്തെ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അതായത് നമ്മൾ പൊടികളൊക്കെ മൂപ്പിച്ചിട്ടത്, അത് ഒഴിച്ചു കൊടുക്കും. അത് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്നത് പോലെ ഒന്നാവണം. അതായത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് പോലെ ആയതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് മീനൊക്കെ ഇട്ട് കൊടുക്കാമേ. ബിക്കറ്റ് തിന്നൂടാ. ബിക്കറ്റ് തിന്നാൽ എന്ത് സംഭവിക്കും? തിന്നൂടാ. ഇതാ കണ്ടോ, ഈ പരുവമായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. നമ്മൾ അരപ്പൊഴിച്ചിട്ട്, ഞാൻ വെള്ളമൊന്നും ചേർത്തില്ല, ഇങ്ങനെ അരപ്പൊഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഇതാക്കാൻ വെക്കും. കാരണം ആ ഒരു പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ഒഴിക്കത്തുള്ളൂ. നമ്മൾ അരപ്പെല്ലാം കൂടെ കഴുകി വെള്ളം എല്ലാം കൂടി അങ്ങ് ഒഴിക്കും. ഒഴിച്ചിട്ട് ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മീൻ ഇടാം. പക്ഷേ ഞാൻ ഇത് നേരത്തെ മറന്നുപോയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുടംപുളി ഉണ്ടല്ലോ, പുളിയിട്ട മീൻ കറിയിൽ മെയിൻ അതാണല്ലേ, അത് ഞാൻ മറന്നുപോയി വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനിടയ്ക്കാണ് ഞാൻ പിന്നെ അത് ഇട്ടത്. ആദ്യമേ ഇടണമായിരുന്നെങ്കിലല്ലേ അതൊന്ന് കുതിർന്ന് വരത്തുള്ളൂ. അത് സാരമില്ല, ഇനിയിപ്പം അത് മതി, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വിക്കറ്റ് തരുമോ എനിക്ക്?
അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അരപ്പൊക്കെ. അപ്പോൾ അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഫിഷെല്ലാം ഇട്ട് കൊടുക്കാമേ. അത് കഴിഞ്ഞിട്ട് സത്യത്തിൽ ഇതിന് മുമ്പേ ഞാൻ ആ പുളി ഇടും, മീൻ ഇടുന്നതിന് മുമ്പാണ് പുളി ഇടുന്നത്. ഇതിപ്പം വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ മീനൊക്കെ ഇട്ടതിന് ശേഷം പുളി ഇട്ടത് കേട്ടോ. അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഇട്ടേനായിരുന്നു. അത് കുഴപ്പമില്ല, അത് തിളയ്ക്കുമ്പോഴത്തേന് അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങിക്കോളും. കാരണം ഞാനൊന്ന് കുറച്ച് ചൂടുവെള്ളത്തിലും കൂടി ഇട്ടു, ഒന്ന് പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇടാൻ ഞാൻ ലേറ്റ് ആയല്ലോ ഓൾറെഡി, അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ ഇട്ട്, അല്ലെങ്കിൽ നമ്മൾ പച്ചവെള്ളത്തിൽ ഇട്ടാൽ മതി. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനുണ്ട്, പിന്നെ നമുക്കിന്ന് ചീരത്തോരനുണ്ട്. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറയുന്നത് മീൻകറി, കുടംപുളി ഇട്ട മീൻകറി, ചീരത്തോരൻ, പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയുണ്ട്, അത് ഞാൻ എടുത്തില്ല. ഇത് നമ്മുടെ വീട്ടിലിട്ട നെല്ലിക്കയാണ്, നെല്ലിക്ക ഉപ്പിലിട്ടതാണ് കേട്ടോ. അപ്പോൾ അത് എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച്. എനിക്കിങ്ങനെ ഉപ്പിലിട്ട നെല്ലിക്ക കഴിക്കുന്നതിനെക്കാട്ടി ഇഷ്ടം അതിലെ വെള്ളം കുടിക്കാനാണ്. നല്ല ടേസ്റ്റ്. അതിൽ നമുക്ക് കുറച്ച് എരിയും അതിൻ്റെ കൂടെ ഒരു ഉപ്പ്, നമ്മൾ നെല്ലിക്ക കഴിക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റാണ് നമുക്ക് ആ വെള്ളം കുടിക്കാനായിട്ട്. അപ്പോൾ അത് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സമയമില്ല ഈ വെള്ളോ എരിയും നെല്ലിക്കാണോ പിന്നെ? വെള്ളം ഒരുപാട് കുടിച്ചോ. നെല്ലിക്കാണോ വേണോ? നെല്ലിക്കാണോ കടിച്ച? പറ കാണിക്കണ്ടേ? അതെന്താ അവര് കാണിച്ചോണ്ട് പോവോ? കാണിച്ചാ എടുത്തോണ്ട് പോവോ? കളയോ ഫോൺ എടുത്തോണ്ട്? ഇതിന് നമുക്ക് കാണിക്കണ്ടല്ലേ? നിങ്ങളാരെയും കാണിക്കൂലേ? നമ്മൾ ക്യാരറ്റ് എന്നുള്ളത് പാത്രത്തിൽ ഇട്ടേടാമേ. തട്ടി കളയല്ലേ കേട്ടോ. വട്ട തീർന്നത് ഇങ്ങനെ അരിയണം, ഇങ്ങനെ തീർന്നു. മുറിച്ചിടാം, അതി മുറിച്ചിടാം. അങ്ങനെയല്ലേ? ഇങ്ങനെ മുറിച്ചു കേട്ടോ. ഇത് തിന്നെ പിന്നല്ലേ അത്. ഞാൻ തിന്നോളാം. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവിയിലിരുന്ന് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിനിടയ്ക്ക് ഇറങ്ങിപ്പോയി അമ്മമ്മയോടെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇതുപോലത്തെ വീഡിയോസൊക്കെ, എൻ്റെ ഡെയിലി ലൈഫൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നാളെയോ മറ്റന്നാളോ ഒക്കെ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.